നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ലൈറ്റാണ്, ഹെൽത്തിയാണ്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാന് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ആക്കിയിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിനെ ഒന്നല്ലെങ്കിൽ എണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിൽ ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ ഒന്ന് വറുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ 1.5 കപ്പ് വളരെ നൈസായിട്ടുള്ള സേമിയയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഫ്ലെയിം ലോ ആക്കിയിട്ട് ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ കളർ ആവുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് വീണ്ടും പാനിലേക്ക് ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 ഇഞ്ച് പട്ട, ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് വേവിച്ച പച്ച പട്ടാണി ഇട്ടിട്ട് ഒരു 2 ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വറുത്ത് വെച്ച് സേമിയനെ അതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം യൂസ് ചെയ്യരുത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണ് നമ്മൾ സേമിയ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സേമിയ വന്നിട്ട് വെള്ളത്തിൽ ഫ്ലോട്ട് ആവരുത്. വെള്ളവും സേമിയയും ഈക്വലായിരിക്കണം. അപ്പോൾ നമുക്കതിങ്ങനെ ഡ്രൈ ആവാൻ പാടില്ല. പക്ഷേ അതിൽ വെള്ളത്തിൽ നമ്മൾ സേമിയ ഫ്ലോട്ട് ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സേമിയ ഉപ്മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ വിട്ടിട്ട് ഒട്ടാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നോക്കൂ. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വെച്ച കൊത്തമല്ലിയുടെ ഇല വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം മേലെ നെയ്യ് നമുക്കൊന്ന് നല്ലൊരു ഫ്ലേവറിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്മാവ് ഒട്ടാതെ ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്കൊന്നല്ലെങ്കിൽ തേങ്ങാ ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ സോസിൻ്റെ കൂടെ വെച്ച് കഴിക്കാം. അപ്പോൾ ഞാൻ നെയ്യ് കുറച്ച് ഒഴിച്ചെടുക്കുന്നതിന് നല്ലൊരു മണവും ഫ്ലേവറിനും, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പിനെ ഞാനിതിൻ്റെ മേലൊന്ന് ഗാർണിഷ് ചെയ്യാൻ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ്, സേമിയ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഉണ്ടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ സേമിയ ഉപ്മാവിനെ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ നൈസായിട്ടുള്ള സേമിയ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സേമിയനെ വറക്കാൻ. കൂടുതൽ വറക്കരുത്. ലൈറ്റായിട്ട് ചുവന്ന കളറായാൽ മതി. ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മളതിനെ എടുത്തിട്ട് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സേമിയ ഉപ്മാവ് ഒട്ടാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഫ്ലോട്ട് ആവുന്ന രീതിയിൽ ഒഴിക്കരുത്. നമ്മൾ കറക്റ്റായിട്ട് ആ സേമിയവും വെള്ളവും രണ്ടും കറക്റ്റായിട്ട് ഈക്വൽ ഉള്ള വരുന്ന പോലെ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്മാവ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.